എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുമായിരിക്കും അല്ലേ? സമ്മതിക്കുകയല്ല. കാര്യം എന്താണ്, നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് ഏകദേശം ഏപ്രിൽ 20 വരും എന്നാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. ഏപ്രിൽ 20 നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കൊല്ലങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്രാവശ്യം നമ്മളുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടന്നത് മെയിൻ എക്സാമിൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിനുള്ള മുമ്പത്തെ കൊല്ലമൊന്നും അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയത് ഇപ്രാവശ്യത്തെ +1കാരുടെ കൂടെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വിടുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അഡ്മിഷനൊക്കെ വേണ്ടി അത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ഏകദേശം ഏപ്രിൽ 20 തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അറിയാൻ സാധിച്ചത് എക്സാം വാല്യുവേഷൻ ലിബറലായിരുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. നിങ്ങൾ ഈ എക്സാമിൻ്റെ കൂടെ തന്നെയല്ലേ എഴുതിയത്, അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരുന്നു നിങ്ങൾക്ക്. അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ വാല്യുവേഷൻ കുറച്ച് ലിബറലായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, വളരെ സിമ്പിളായിരുന്നു, വളരെ ലിബറലായിരുന്നു വാല്യുവേഷൻ. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, ഒരു കുഴപ്പമില്ല കേട്ടല്ലോ. അപ്പോൾ ഇത് കഴിയാൻ നേരത്ത് നമ്മൾ ഏപ്രിൽ 20 നമ്മളുടെ +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. തൊട്ടടുത്ത മാസം മെയ് ഏകദേശം ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങളുടെ +2 റിസൾട്ട് കൂടി വരും എന്ന് തന്നെയാണ് അറിയുന്നത് കേട്ടല്ലോ. ഈ മെയ് ഫസ്റ്റ് വീക്ക് അത്ര നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിയെന്നിരിക്കും. പക്ഷേ ഏപ്രിൽ 20 തന്നെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വരും. ഇതൊക്കെ എന്തിനാണ് ഇത്ര നേരത്തെ വിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് വേണം നമ്മൾ അഡ്മിഷൻ ഒക്കെ തീരുമാനിക്കാൻ കേട്ടല്ലോ. അപ്പോൾ വെറുതെ ഇരിക്കേണ്ട, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, എന്ത് അഡ്മിഷൻ എടുക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള സമയമാണ്. ആലോചിക്ക് തകർക്ക്.